ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് വെച്ച് നമ്മുടെ കുട്ടികൾക്ക് മറ്റും കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. പിന്നെ സ്കൂൾ തുറക്കാറൊക്കെ ആയി കുട്ടികൾക്ക് സ്നാക്സായിട്ട് ഇത് കൊടുത്തു വിടാനും പറ്റും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ തരിക, സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇവിടെ മധുരം കുറച്ചുള്ളതുകൊണ്ടാണ് 3/4 കപ്പ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് എടുക്കാം. പിന്നെ ഏലക്ക വലുതാണെങ്കിൽ 6, ചെറുതാണെങ്കിൽ 8 ഏലക്ക എടുക്കുക. അത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ള അതിലേക്ക് ഒരു 3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതുകൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്തുകൊണ്ട് വരണം. അടിച്ചെടുത്തുകൊണ്ട് വന്ന് ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയുടെ ഒട്ടും തരിയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതിലേക്ക് മൈദ മാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മൊത്തം 3 കപ്പ് മൈദ മാവ് എനിക്ക് വേണ്ടി വന്ന് ഇത് കുറേശ്ശെയായിട്ട് ഓരോ കപ്പിലളന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മുട്ടയുടെയൊക്കെ വലിപ്പത്തിനും സൈസും അനുസരിച്ച് മൈദ മാവിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് കുറേശ്ശെ നിങ്ങൾ ഇത് 2ാമത്തെ കപ്പ് മൈദ മാവാണ്. കുറേശ്ശെ നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ബേക്കിംഗ് പൗഡർ ചേർക്കാൻ മറന്നുപോയായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ പാലൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിൽ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. മിക്സ് ചെയ്തെടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ബാക്കിയിരിക്കുന്ന 2ാമത്തെ കപ്പിൽ മൈദ മാവൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് വെച്ച് മിക്സ് ചെയ്യാൻ പാടാണ്. നമുക്കിനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇത് 3ാമത്തെ കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതും കുറേശ്ശെയായിട്ട് ഇതേപോലെ ചേർത്ത് കുറേശ്ശെ മിക്സ് ചെയ്ത് നമുക്കൊരു ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ, അതിൽ നിന്നും അതേപോലെയൊക്കെ തന്നെ ആ അളവിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. ചപ്പാത്തിയുടെ മാവിൻ്റെ അതേ കണക്ക് തന്നെ കുഴച്ചെടുക്കുക. ഒട്ട് ലൂസായി പോകരുത്. ബാക്കിയിരിക്കുന്ന എല്ലാ മാവും കറക്റ്റും എനിക്ക് 3 മുട്ടയ്ക്ക് 3 കപ്പ് മൈദ മാവ് എനിക്ക് ആയിട്ടുണ്ട്. നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള സൺഫ്ലവർ ഓയിലായാലും മതി, വെളിച്ചെണ്ണ ആയാലും ഏതെണ്ണ ആയാലും ഇത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. റെസ്റ്റ് ചെയ്യണമെന്നുമില്ല, നമുക്ക് അപ്പോഴും വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഇത് ചപ്പാത്തി പലകയിൽ അല്പം മാവ് തൂവിയിട്ട് ഇതേപോലെ 3 പാർട്ടായിട്ട് തിരിച്ച ആ മാവ് എന്നിട്ടാണ് ഞാൻ ഇതേപോലെ പരത്തിയെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടി കുറഞ്ഞു പോകരുത്. നമ്മളൊരു 3-4 ചപ്പാത്തിയിൽ ചേർന്ന് വരുന്ന അതേ കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാനുള്ളത്. കട്ടി കുറയരുത്. കണ്ടില്ലേ, ഇതേപോലെ ഒരു 4 ചപ്പാത്തി ചേർന്ന കനം വേണം. അതിൻ്റെ മുകളിൽ അല്പം പശുവും പാലാണ് ഞാനിത് ബ്രഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വെള്ള എള്ളാണ്. ഇതിൻ്റെ പുറത്ത് എള്ള് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കാണാനും നല്ല ഭംഗിയാണ്, കടിക്കാനും നല്ല ടേസ്റ്റാണ് ഇതേപോലെ എള്ള് ചേർക്കുമ്പോൾ. നമ്മൾ കേക്കിനൊക്കെ ഉള്ള അതേപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ എള്ളൂടെയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ അല്പം മൈദ മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബലം പ്രയോഗിച്ചൊന്നും പരത്തേണ്ട ആവശ്യമില്ല. ഇതേപോലെ പയ്യെ ഒന്ന് നമ്മൾ എള്ള് ഇളവി പോകാത്ത രീതിയിൽ ഒന്ന് പയ്യെ ഒന്ന് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അതേപോലെ തിരിച്ചും ഇതേപോലെ ഇട്ട് ആദ്യം ചെയ്ത കണക്ക് തന്നെ പാലും തൂവും നമുക്കിതേപോലെ ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന
വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഒത്തിരി ഈവനിങ് സ്നാക്സിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം പോയി കാണാവുന്നതാണ്. ഇതേപോലെ ആദ്യം ചെയ്ത കണക്ക് തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. കണ്ടില്ലേ, കട്ടി ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇതേപോലെ കട്ടി വേണം. പിന്നെ ഇതേപോലെ നമുക്കത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. ഞാനിതിപ്പം ഡയമണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. റൗണ്ട് ഷേപ്പിലൊക്കെ വേണമെങ്കിലും ഏതെങ്കിലും പാത്രം വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ബ്രൗൺ ഷേപ്പിലും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഡയമണ്ട് ഷേപ്പിലാണിത് കട്ട് ചെയ്തേക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന്, എൻ്റെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രം. എന്നോട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇതേപോലെ എല്ലാം നമുക്ക് ഇതേപോലെ ഷേപ്പാക്കി എടുക്കാം. അതേപോലെ അടുത്തതും ഇതേപോലെ 3 പാർട്ടായിട്ട് മാവ് തിരിച്ചിട്ടാണ് ഞാനിത് എടുത്തത്. ഇതേപോലെ ഇട്ട് ഞാൻ വേറെ രീതിയിലൂടെ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇത്രയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല. എണ്ണ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നിങ്ങളുടെ സ്റ്റൗവിൻ്റെയൊക്കെ ചൂടനുസരിച്ച് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ പുറമേ കരിഞ്ഞു പോകും, ആകും വേവത്തുമില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലോട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മുടെ കുട്ടികൾക്ക് ഈ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റി. കുറേ നാൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ അടച്ചു വെച്ചിരുന്ന ഒത്തിരി ദിവസം ഇത് കേടാവാതെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് അടുത്ത് ഇവിടെ ഇട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയിരിക്കുന്നതെല്ലാം കണ്ടില്ല, എള്ളൊക്കെ ഇരിക്കും. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. കഴിക്കാനും കടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ മധുരം നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ. മധുരം ഉള്ള സ്നാക്സാണത്. കുറച്ചുകൂടെ കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ മധുരം ഇട്ടാവുന്നതാണ്. കണ്ടില്ല, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് കടിച്ച് നോക്കട്ടെ ടേസ്റ്റ്. ആഹാ, നല്ല
ക്രിസ്പി ആയിട്ടുള്ള കരിമുര ഇരിക്കുന്നുണ്ട് സ്നാക്സ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.